റൈറ്റ് പോവുക അവിടെയാന്നൊക്കെ പറയും. പക്ഷേ ഈ വഴി കാണിച്ചു തരുന്ന വ്യത്യാസമുണ്ട്. ദൈവം വഴി അങ്ങ് കാണിച്ചു കൊടുത്തില്ലേ പൊക്കോളാൻ പറയുമല്ല. എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് 32-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിക്കും, എന്നിട്ട് നിന്നെ ഞാൻ വഴി നടത്തും, നിന്നെ ഉപദേശിക്കും. നിന്നെ എങ്ങനെ? ദൈവം ദൃഷ്ടി ഉറപ്പിക്കും. എൻ്റെ കണ്ണ് നിൻ്റെ മേൽക്കുണ്ടാവും, നിൻ്റെ നേരെ ഉണ്ടാവും. വേറൊരാൾക്ക് നിന്നെ തകർക്കാൻ കഴിയാത്ത വിധം ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ നയിക്കും. നമുക്കിന്ന് നൊവേന ചൊല്ലുമ്പോൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന ആദ്യം എഴുന്നള്ളിച്ച് വയ്ക്കും. അതിനുശേഷം ഒരു മിനിറ്റ് ആരാധിച്ച് നൊവേന ചൊല്ലും. ദൈവം എനിക്ക് വഴി കാണിച്ചു തരണമേ, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞായിരിക്കുന്നേ, എനിക്കൊരു വഴി തുറക്കാൻ ഇടയാകണം, ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ. അച്ചട്ടായിട്ടും ആ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. ദൈവം സഹായിക്കും. നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഇങ്ങനൊരു അവസരം തന്നതിന്, ദൈവസന്നദ്ധിയിൽ ഒരു മിനിറ്റ് ചെലവഴിക്കാൻ കഴിയുന്നതിന്, ഇങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന 9 ദിനങ്ങൾ ഞങ്ങൾക്കൊരുക്കിയതിന്, ഇതിൽ പങ്കെടുക്കുന്നവരെ ഓർത്ത് അങ്ങേ ഞങ്ങളുടെ രക്ഷകനെ നാഥനമായി സ്വീകരിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദാവിശുദ്ധ ശ്ലീഹ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നിന്ദാസർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാതെയാണിതേ. യൂദാവിശുദ്ധ ശ്ലീഹ ഞങ്ങൾക്കായി, നിന്ദാസർ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാതെയാണിതേ. നമ്മൾ നൊവേന പ്രാർത്ഥന ചൊല്ലാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന ഏറ്റു ചൊല്ലി നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ യൂദാശ്ലീഹായോടുള്ള അത്ഭുതമുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയാണിത്. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മളുടെ ആ ആവശ്യത്തെ, ആ നിയോഗത്തെ ഇപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നമ്മൾ ആ സമർപ്പിച്ച അതേ നിയോഗത്തെ നിയോഗ പ്രാർത്ഥനയിൽ കൂടി സമർപ്പിക്കാം. നസ്രായനായ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. ഒരുമിച്ച് പറഞ്ഞേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ 2ാമത്തെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ നിയോഗത്തെ മനസ്സിലോർക്കാം, നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കാം. ദൈവത്തിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകുന്ന സമയമാണ്. ദൈവം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാമോ? മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ആവശ്യത്തെ, നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും യേശുവേ അങ്ങയുടെ കരങ്ങളിൽ വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി നിയോഗത്തിൽ പ്രാർത്ഥിക്കാം. നിയോഗ പ്രാർത്ഥന ചെല്ലാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മൂന്നാമത്തെ പ്രാർത്ഥനാ നിയോഗത്തെ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതം നടക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ചില ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. നമ്മുടെ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കുന്നു. ഒത്തിരി അടയാളങ്ങൾ സംഭവിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറയുന്നു. ആ നിയോഗത്തെ സമർപ്പിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തി നിയോഗ പ്രാർത്ഥന ചെല്ലുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ സമർപ്പിച്ച ആ നിയോഗത്തെ എല്ലാം സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ നൊവേനയിലും ആരാധനയിലും ഒക്കെ പങ്കെടുക്കുന്നവരെ അങ്ങയുടെ നാമത്തെ ചേർത്ത് വയ്ക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. നാളെ നമുക്ക് വൈകുന്നേരം ഇന്ത്യൻ സമയം 7 മണിക്ക് ഒരുമിച്ച് കാണാം. ഒരുമിച്ച് ആരാധിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. ഒത്തിരി അനുഗ്രഹമായിട്ടത് മാറും. ഒത്തിരി ആളുകൾ സാക്ഷ്യത്തിനായി ദൈവസന്നിധിയിൽ വരും. ഉറപ്പാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ 4-ാം ദിവസം ഈ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.